ശിവശങ്കറിന്റെ വീട്ടിലെ കുടുംബസംഗമം ആരംഭിക്കാൻ പോവാണ്. പലരും ഇനി എത്തിച്ചേരാണ്ട്. 62 മെമ്പേഴ്സ് ഉള്ളൂ. ഇപ്പൊ ഞാൻ നമ്മുടെ കുഴപ്പമില്ല. വിനോദിന്റെ വരുമാനം ഉണ്ടോ? ആ ഫാമിലി ഉള്ളവര് ഫാമിലി ആയിട്ട് നമ്മുടെ കുറച്ച് എൻജോയ് ചെയ്യാൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഓക്കെ. കറക്റ്റ് എൻ്റെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് എനിക്ക് പറയാനുള്ള ഈ 1 ഡേ ടൂർ തന്നെ 2 നൈറ്റ് സ്റ്റേയും 2 പകലായിട്ട് തന്നെ വയനാട് കൂടെ നമ്മൾ എൻജോയ് ചെയ്ത മാതിരി തന്നെ ഞങ്ങൾ ചെയ്തിട്ട് നല്ലൊരു ഡെസ്റ്റിനേഷൻ തെരഞ്ഞെടുത്തിട്ട് ആടാനും പാടാനും എല്ലാം എൻജോയ് ചെയ്യാൻ രാത്രി സ്റ്റേ ചെയ്തിട്ട് ഇതൊക്കെ പറ്റില്ല. അവിടെ പോയി ചാടിയിട്ട് നല്ലൊരു കാര്യം സ്റ്റേ അന്നാക്ഷിയുടെ ബാക്കി ചെയ്യണം. രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാ രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാ എന്നാ വർഗീസ പറയൂ. പറയൂ എന്താ പറഞ്ഞ? എന്നാ നാരായണൻ പറയും. നമ്മൾ പല ആവർത്തി പറഞ്ഞ ഒരു വാക്ക് അതിനെ ഉപയോഗിക്കുക. കാരണം അനവധി വർഷങ്ങൾക്ക് ശേഷം ഒത്തൊരുമിച്ച് കൂടുന്ന ഈ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒത്തൊരുമിച്ച് കൂടിയതെന്നുള്ളത് പറഞ്ഞായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ തടസ്സവാദങ്ങളോ സമയ കുറവുകളോ ഒരിക്കലും നമ്മളുടെ പരിപാടികളെ ബാധിച്ചതായ രീതിയിൽ കണക്കാക്കുന്നത്. നമ്മൾ ഈ അവസാന സന്ദർഭം കിട്ടുന്ന മാക്സിമം ഒരു 5 മിനിറ്റെങ്കിലും ഒരുമിച്ച് കൂടി ഇരുന്ന് സന്തോഷിക്കുക. ഓരോരുത്തരും പലയിടങ്ങളിൽ പോയിടത്തേക്ക് ഇനി ഒന്നും പോയിട്ടുണ്ടാവുക, ഇനി പോകുന്നുണ്ടാവുക. പക്ഷെ അത് നമ്മളൊരുമിച്ചായിരുന്നില്ല, മറ്റുള്ളവരോട് ഒരുമിച്ചായിരുന്നു. അപ്പൊ നമ്മളൊരുമിച്ച് പോയ സ്ഥലത്തേക്കാണെങ്കിലും വീണ്ടും പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ആ ഒരു എൻജോയ്മെന്റിന് വേണ്ടി പരമാവധി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒക്കെ മാറ്റി വയ്ക്കുക. ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർത്തിയില്ലാതെ ആ സന്ദർഭോചിതമായ തരത്തിൽ അത് അപ്പം കൈകാര്യം. ബാക്കിന്ന് ഭയങ്കര അതായത് നിങ്ങൾ നെല്ലിയാമ്പതി അടിച്ചേൽപ്പിക്കുകയാണ്. അവർക്ക് വാഗമൺ വേണം. വണ്ടി ബുക്ക് ചെയ്യാം. ഇവിടുന്ന് ഒരു വാഗണാ നിങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു. റെയിൽവേ ഇവിടുന്ന് വാഗൺ അങ്ങോട്ട് പോവാനും വരുമ്പോ ട്രെയിനില് പോവാ വരെ ട്രെയിനില് അവിടുന്ന് ഈ ഒരു പരിപാടി കഴിയുന്നില്ല. നമ്മൾ നെക്സ്റ്റ് പരിപാടിക്ക് വാഗമൺ എത്ര ദൂരം